നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബാങ്കുകളിലേക്ക് ധനസഹായം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനം മുഖേനയാണ് തുക വിതരണം ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ നമ്മളുടെ പല അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആവും. സംസ്ഥാനത്ത് ഇപ്പോൾ ജൂൺ മാസത്തെ പെൻഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏപ്രിൽ മാസത്തെ തുകയായിട്ടാണ് സേവന സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് 2 മാസത്തെ കുടിശ്ശിക ഇനിയും ശേഷിക്കുന്നുണ്ട്. ആ കാരണത്താലാണ് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 20-ാം തീയതി വിതരണം ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ആ ദിവസം വിതരണം ആരംഭിച്ചിരുന്നില്ല. എന്നാൽ ഈ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തന്നെ സർക്കാർ ഉത്തരവിൻ പ്രകാരം 27-ാം തീയതി വരെ സമയവും സാവകാശവും അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചയിൽ സർക്കാരിന് പെൻഷൻ വിതരണം ചെയ്താൽ മതിയാകും. അങ്ങനെ 27-ാം തീയതി വരെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സമയം അനുവദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് പെൻഷൻ വൈകുന്നതിന് കാരണമായിട്ടുള്ളത്. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എങ്കിലും ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കും. അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ട ഗുണഭോക്താക്കൾക്ക് 25-ാം തീയതി മുതലാണ് മസ്റ്ററിങ് ആരംഭിക്കുന്നത്. ജൂലൈ മാസത്തിലും ചെയ്യാം. ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സാവകാശവും അനുവദിച്ചിട്ടുണ്ട്. ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും അത് നമ്മുടെ സമയവും സാഹചര്യവും കൂടി നോക്കി പെൻഷൻ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിക്കുകയോ കിടപ്പുരോഗികളാണെങ്കിൽ അവരുടെ വിവരങ്ങൾ വീട്ടിൽ നിന്നും ബന്ധപ്പെട്ടവർ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയോ ചെയ്യണം. ഈ 2 രീതിയിലാണ് മസ്റ്ററിങ് നടത്തപ്പെടുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും പെൻഷൻ മസ്റ്ററിങ് നടത്തപ്പെടുക. മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവിടെ നമുക്ക് മസ്റ്ററിങ് ചെയ്യാനുള്ള സംവിധാനമില്ല. സംസ്ഥാനത്ത് എത്തിയ ശേഷം വേണം മസ്റ്ററിങ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും മസ്റ്ററിങ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം വീണ്ടും ആരംഭിക്കുന്നതായിട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചിരിക്കുകയാണ്. റേഷൻ മണ്ണെണ്ണ വിതരണം 4 മാസത്തിലൊരിക്കലാണ് നമുക്ക് മുൻപ് ആനുകൂല്യം ലഭിച്ചിരുന്നത്. പരമാവധി 1/2 ലിറ്റർ വരെയൊക്കെയാണ് നമുക്ക് ലഭിക്കുക, അല്ലെങ്കിൽ 1 ലിറ്റർ വരെ. അപ്പോൾ ഈ ആനുകൂല്യം വാങ്ങാനുള്ള അവസരം വീണ്ടും വന്നിരിക്കുകയാണ്. റേഷൻ കടയിൽ ആദ്യം ഒന്ന് വിളിച്ച് അന്വേഷിക്കുക നമ്മളുടെ കടയിൽ ഇത് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന്. അതിനുശേഷം ഇത് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ ഭാരത് റൈസിൻ്റെ വിതരണം വീണ്ടും സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. കിലോയ്ക്ക് 34 എന്ന് പറയുന്ന നിരക്കായിരിക്കും ഒരുപക്ഷെ ഈടാക്കുക. പുതിയ വിലവിവര പട്ടിക ഇതിനു വേണ്ടി തയ്യാറാക്കേണ്ടതുണ്ട്. നിലവിലെ പൊതുവിപണിയിലെ വിലയനുസരിച്ച് അതിൽ നിന്നും 6 രൂപ വരെ അല്ലെങ്കിൽ 10 രൂപ വരെയൊക്കെ കുറച്ചായിരിക്കും ഭാരത് റൈസിൻ്റെ വിതരണം നടക്കുക. 5 കിലോയുടെയും 10 കിലോയുടെ സ്പെഷ്യൽ പാക്കറ്റ് ആയിരിക്കും വിതരണത്തിന് വേണ്ടി എത്തിക്കുക. അത് റേഷൻ കാർഡ് ഉള്ളവർക്കും റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും വാങ്ങാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഭാരത് റൈസിൻ്റെ വിതരണം നടക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് ഭിന്നശേഷി നേരിടുന്നവർക്ക് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ സ്കോളർഷിപ്പുകൾ, മറ്റ് ധനസഹായ പദ്ധതികൾ, ഇങ്ങനെയുള്ള വിവിധ സ്കീമുകളിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം നമുക്കിപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ ഭിന്നശേഷി നേരിടുന്നവർ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ, ഭിന്നശേഷിക്കാരായ മക്കളുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങൾക്ക് സ്കോളർഷിപ്പ് പദ്ധതി ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ മറ്റ് ധനസഹായ പദ്ധതികൾ, ഇങ്ങനെയുള്ള സ്കീമുകളിലേക്കെല്ലാം അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും സഹായത്തിനും കോമൺ സർവീസ് സെൻറ്റർ, അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും മറ്റ് സഹായത്തിനും നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ആധാർ കാർഡുകൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ പുതുക്കിയെടുക്കേണ്ട സമയമാണ്. സ്കോളർഷിപ്പുകൾക്കെല്ലാം പുതുക്കിയ ആധാർ കാർഡുകൾ നിർബന്ധമാക്കുന്നുണ്ട്. OTP അധിഷ്ഠിത വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, കുട്ടിയുടെ ഫോട്ടോ അപ്ഡേഷൻ ചെയ്യണമെങ്കിൽ അക്കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലുമുള്ള നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ, ഇത് സൗജന്യമാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് ആധാർ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മളുടെ കുട്ടികളെ കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.